കേരള ഹൈക്കോടതിയിൽ 3 കേസാണ് പോയിരിക്കുന്നത്. ഒന്ന് കെ ശബരിനാഥ് രാജീവ് ചന്ദ്രശേഖരൻ്റെ MLA സ്ഥാനത്തിനെതിരെ ഒരു കേസ് പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കില്ല എന്നുള്ള രീതിയിൽ വി മുരളീധരനെതിരെ ഒരു കേസ് പോയിട്ടുണ്ട്. അത് കടകംപള്ളി സുരേന്ദ്രനാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. മൂന്നാമതൊരു കേസ് പോയിരിക്കുന്നത് കോർപ്പറേഷനിൽ നിന്നൊരു കേസ് പോയിട്ടുണ്ട്. ദീപക് അഡ്വക്കേറ്റ് SP ദീപക് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. SP ദീപക് കൊടുത്തിരിക്കുന്ന കേസ് അസാധുവായ, അതായത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന്, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയായില്ല, ഓരോ ദേവിമാരുടെ, ആറ്റുകാൽ ദേവിയുടെയും ഇഷ്ടപ്പെട്ട ദേവിമാരുടെയൊക്കെ പേരിൽ, ഭാരതാംബയുടെയൊക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞ് പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അസാധുവായി നിന്നവർ, സത്യപ്രതിജ്ഞാ പരിപാടിയിൽ അസാധുവായി നിന്നവർ, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ തെറ്റ് ആയിട്ടിരുന്ന സമയത്താണല്ലോ ഒരു മേയർ വരെ തിരഞ്ഞെടുത്തത്, അത് അസാധുവാണ്, ആക്കണം എന്ന് പറഞ്ഞാണ് SP ദീപക് പോയിരിക്കുന്നത്. സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് ഹർജിയിലെ വാദം. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം കോടതി വ്യക്തമാക്കണമെന്നും അധികാരമില്ലാത്ത BJP കൗൺസിലർമാർ വോട്ട് ചെയ്തത് മുനിസിപ്പൽ ആക്ടിന് വിരുദ്ധമാണെന്നും ഹർജിയിലുണ്ട്. അപ്പീലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 20 BJP കൗൺസിലർമാർക്ക് നോട്ടീസ് അയച്ച കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിശ്ചയിച്ചു. അപ്പോൾ ഇനി ഒന്നേന്ന് മേയർ തെരഞ്ഞെടുപ്പ് വേണോ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വേണോ എന്നുള്ളത് നല്ല രസമുണ്ടല്ലേ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ആലോചിച്ചാൽ. പല ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി അസാധുവാക്കിയത്. നേരത്തെ 4 ആഴ്ചയ്ക്കകം അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അതുവരെ കൗൺസിൽ അംഗമെന്ന് അധികാരമുണ്ടാകില്ലെന്ന് പറഞ്ഞ് കോടതി പറഞ്ഞത്. എന്തായാലും ദൃഢപ്രതിജ്ഞയോ നിയമനാമത്തിലോ വേണം സത്യപ്രതിജ്ഞയെന്നും അന്ന് കോടതി പറഞ്ഞിരുന്നു. അത് അവസാനം ദൈവം എന്നത് പദത്തിന് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ചട്ടം നിർവചനമില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കാപ്പ കേസിൽ ജയിലിലായ സുഗതന്റെ സത്യപ്രതിജ്ഞയും കോടതി അസാധുവാക്കിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി പറഞ്ഞനുസരിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്തു കഴിഞ്ഞപ്പോൾ മുമ്പ് ഇവർ മേയറും ഡെപ്യൂട്ടി മേയറും തിരഞ്ഞെടുക്കാൻ അയോഗ്യരാണെന്നുള്ളതാണ് ഇപ്പോൾ SP ദീപകിൻ്റെ വാദം. അപ്പോൾ അതിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണവ്യവസ്ഥകളെയും ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിപക്ഷത്തെയും, ആരായാലും ജനങ്ങൾ തിരഞ്ഞെടുത്തവർ ചുമ്മാ കിടന്ന് ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്ത് ഗുസ്തി പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കോടതി വരട്ടെ, കേസ് വരട്ടെ. എന്തായാലും തിരുവനന്തപുരത്തെ 2 MLA മാരെയും കോർപ്പറേഷൻ മേയറെയും പുറത്താക്കാനുള്ള, മേയറേയും ഡെപ്യൂട്ടി മേയറെയും പുറത്താക്കാനുള്ള അടുത്ത പരിപാടിയുമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും വന്നിട്ടുണ്ട്, CPM വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് നടക്കുമെന്നറിയില്ല. എന്തായാലും ഹൈക്കോടതിയിൽ 3 കേസ് പോയിട്ടുണ്ട്. ഒന്ന് ശബരിനാഥ് പോയിരിക്കുന്ന കേസ് രാജീവ് ചന്ദ്രശേഖരനെതിരെ, വി മുരളീധരനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ്റെ കേസ്, അതുപോലെ തന്നെ മേയർക്കും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും മേയർ VV രാജേഷിനുമെതിരെ SP ദീപകിൻ്റെ കേസ്. അപ്പോൾ എല്ലാവരും കൂടി പരാതി കൊണ്ട് കൊടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഒരു തിരുവനന്തപുരം ബെഞ്ച് ആവശ്യമാണെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഹൈക്കോടതി എറണാകുളത്ത് പോയി ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ കിടന്ന് ഗുസ്തി പിടിക്കാതെ തിരുവനന്തപുരത്ത് ഒരു നല്ല ബെഞ്ച് വന്നിരുന്നെങ്കിൽ, ചെറിയ ബെഞ്ച് മതി, വളരെ വലുത് വേണ്ട, അല്ലെങ്കിൽ സ്റ്റൂളായാലും മതി, വന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഇത് ഭംഗിയാക്കാമായിരുന്നു. പ്രിയപ്പെട്ട ഹൈക്കോടതി, ഞങ്ങൾക്കൊരു ചെറിയ ബെഞ്ച് തിരുവനന്തപുരത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇരുന്ന് ഉള്ള കേസൊക്കെ പറഞ്ഞോളാം, ഞങ്ങൾക്കൊരു ബെഞ്ച് തരണം, ഇതാണ് അഭ്യർത്ഥന. കാരണം അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇപ്പോൾ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനിപ്പോൾ എന്താണ് വിധി വരുന്നറിയില്ല. 20 ദിവസത്തേക്ക് ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ്റിനുമൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ ഹൈക്കോടതി. ഇനി അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.